ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന BMSന്റെ ആവശ്യത്തിന് പിന്നാലെ തപാൽ വകുപ്പ് തിരുവനന്തപുരം മേഖലാ ഓഫീസിലെ ക്രിസ്മസ് ആഘോഷം റദ്ദാക്കി. പരിപാടി റദ്ദാക്കിയതായി ജീവനക്കാർക്ക് ഇമെയിൽ ലഭിച്ചു. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, നാളെയായിരുന്നു ഈ പരിപാടി നടക്കേണ്ടിയിരുന്നത്. എന്നാൽ പരിപാടി റദ്ദാക്കിയെന്ന് കാണിച്ചുകൊണ്ട് മെയിൽ വന്നിരിക്കുകയാണ്. ഈ ഗണഗീതം ആലപിക്കണമെന്ന ആവശ്യം ഉയർന്നതിന് പിന്നാലെയാണ് നടപടിയെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ആര്യ, അതായത് തപാൽ വകുപ്പ് തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്ത് നാളെയാണ് ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ തീരുമാനിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് BMS വിചിത്രമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകിയത്. അതായത് ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണം എന്നുള്ളതായിരുന്നു BMSന്റെ ആവശ്യം എന്ന് പറയുന്നത്. ക്രിസ്മസ് കരോൾ ആഘോഷങ്ങളിൽ ഗണഗീതം ആലപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BMS കത്ത് നൽകുകയായിരുന്നു. പക്ഷേ ഇതിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് ഇടത് സംഘടനകൾ ഉയർത്തി. അതോടൊപ്പം തന്നെ അവിടെയുള്ള കോൺഗ്രസ് അനുകൂല സംഘടനകളും ഉയർത്തിയിരുന്നു. സംഭവം വിവാദമായതിന് തൊട്ടു പിന്നാലെ ഈ ഗണഗീതം പാടണം എന്നുള്ള ഈ ഒരു ആവശ്യം BMSന്റേത് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രിസ്മസ് ആഘോഷം തന്നെ ഇപ്പോൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. ഈ തപാൽ വകുപ്പ്, തിരുവനന്തപുരം മേഖലയിലെ തപാൽ വകുപ്പ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ ഓഫീസിലെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ റദ്ദാക്കി എന്നുള്ള അറിയിപ്പ് അത് ജീവനക്കാർക്ക് ഇമെയിലിലൂടെ നൽകിയിരിക്കുകയാണ്. കരോൾ ഗാനത്തിനൊപ്പം ഗണഗീതവും പാടണമെന്നുള്ള BMSന്റെ ആവശ്യം വന്നു. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകുന്നു. അതിന് പിന്നാലെ സംഘടനകൾ, അതായത് ഇടത് സംഘടനകളും കോൺഗ്രസ് അനുകൂല സംഘടനകളും പ്രതിഷേധം ഉയർത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇത് വിഷയം വിവാദമാകും എന്നുള്ള ഒരു സാഹചര്യത്തിൽ, വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ആഘോഷ പരിപാടികൾ പൂർണ്ണമായും റദ്ദാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.